കാട്ടില് അതൊരു ഉച്ച നേരായിരുന്നു. അപ്പോഴാണ് ഒരു ആന അലറിക്കൊണ്ടങ്ങ് വന്നത്. എടാ സൂത്ര, എന്റെ വാലിലെ രോമം മോഷ്ടിക്കാൻ എലികളെ വിട്ടത് നീയാണല്ലേടാ? ആനച്ചാരെ, അയ്യോ അയ്യോ രക്ഷിക്കണേ, അയ്യോ എന്റെ അമ്മേ. എന്നിട്ട് ആന ആ മരത്തിൽ ആഞ്ഞു ചവിട്ടി. നിന്നെ രക്ഷിക്കാനേ ആ എലികളോട് പോയി പറ, അല്ല പിന്നെ. അയ്യോ എന്റെ സൂത്രൻ, സൂത്രന്റെ ബോധം പോയേ. ആരാ ഞങ്ങൾ എലികളുടെ കാര്യം പറഞ്ഞത്? ആരാത്? എലിയോ? മൂപ്പര് ആനയില്ലേ? മൂപ്പര് സൂത്രനെ മരത്തുമ്മ കയറ്റി. സൂത്രന് ആ കൂടി ഉണ്ടാകുന്ന കുറച്ച് ബോധമാണ്, അത് അപ്പ തന്നെ പോയി. മരം പുഴയിലേക്ക് പതുക്കെ ചെരിയുന്നുണ്ടല്ലോ. ദേ ഒരു മുതല വരുന്നുണ്ടല്ലോ. എന്റെ കാട്ടുകുത്തപ്പാ. ചേട്ടൻ പേടിക്കണ്ട, സൂത്രൻ ചേട്ടനെ രക്ഷിക്കാൻ ഞാനൊരു പദ്ധതി റെഡിയാക്കാം. അതെ, എനിക്കൊരു സംശയമുണ്ട്. കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം, ഒട്ടും സമയമില്ല. ഹേ എലിക്കുഞ്ഞ, നീ 1 2 3 എന്ന് എണ്ണ തുടങ്ങിക്കോ. എലിയാശാനെ, എന്നാ ഞാൻ എണ്ണി തുടങ്ങട്ടെ. 1 2 3 4 5. അല്ല ഒരു സംശയം ശരിക്കും സംശയമുണ്ട്. എന്നാ നിർത്തി എണ്ണാം. 1 2 40 എന്ന് എണ്ണുമ്പോ മരം ചെരിഞ്ഞു വീഴും. പക്ഷേ അപ്പോഴത്തേക്ക് മുതലേ എത്തുമല്ലോ. മുതലേ എത്തുന്നതിന് മുമ്പ് നമുക്ക് മരം വീഴ്ത്തണം, അതാണ് പദ്ധതി. പണി തുടങ്ങിക്കോ. 20 എണ്ണുമ്പോഴത്തേക്ക് മരം വീഴണം. അപ്പോഴത്തേക്ക് ഷേരു ചേട്ടൻ വെള്ളത്തിലേക്ക് ചാടി നീന്തണം. അല്ല, എന്റെ സംശയം. സംശയമൊക്കെ അവസാനം ചോദിക്കാം, സമയം കുറവല്ലേ. 25 എണ്ണുമ്പോഴത്തേക്കും ഷേരു ചേട്ടന് സൂത്രൻ ചേട്ടന്റെ അടുത്തേക്ക് നീന്തി എത്താൻ പറ്റും. 35 മുമ്പ് സൂത്രൻ ചേട്ടനെ കൊണ്ട് തിരിച്ചു നീന്തി എത്തണം. 40 ആകുമ്പോഴേ മുതല നീന്തി എത്തുള്ളൂ. പേടിക്കാനൊന്നുമില്ല. എന്താ സംശയം ഉണ്ടെന്ന് പറഞ്ഞത്? ഒരു സംശയം ഉള്ളൂങ്കില് വേഗം ചോദിച്ചോ. 20 മരം വീഴുവന്നേ. അല്ല എന്റെ സംശയം എന്താന്ന് വെച്ചാല്, ഈ നീന്താനറിയാത്ത ഞാൻ വെള്ളത്തിൽ ചാടിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? 20. അയ്യോ മരം വീട്.